നമസ്കാരം. എൻ്റെ പേര് സുരേഷ്. ഞാനൊരു ടെക്നോളജി ആർക്കിടെക്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ടെക്നോളജി കൺസൾട്ടൻ്റ് എന്ന് പറയാം. അപ്പോൾ കഴിഞ്ഞ 30 വർഷമായിട്ട് ഈ മേഖലയിൽ നിൽക്കുന്നുണ്ട്. ഇതിൽ ഫ്ലോപ്പി ഡിസ്കിൻ്റെ കാലഘട്ടം മുതൽ ഫ്ലോപ്പി ഡിസ്കും പണ്ടത്തെ 386 486 പെൻഡി എന്നൊക്കെ പറയുന്ന കമ്പ്യൂട്ടറുകളുടെ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ് ഈ ഒരു ജേണി. ഇപ്പോൾ ഇന്ന് എത്തി നിൽക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയുടെ അടുത്തെത്താനും അതിനെപ്പറ്റി മനസ്സിലാക്കാനും അതിൽ കുറച്ചൊക്കെ കാര്യങ്ങൾ ചെയ്യാനും സാധിച്ചു. വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു അതിൻ്റെ ഈ ഒരു ജേണി കംപ്ലീറ്റ് കാണാൻ പറ്റി എന്നുള്ളത്. അപ്പോൾ അതിൽ ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നു, ഒരുപാട് ജോലിനെ ബാധിക്കും, പല രീതിയിലുള്ള പല ടെൻഷനുകൾ പല ആളുകൾക്കുണ്ട്, എന്ത് മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകണമെന്നുള്ളത്. ഇതിൽ ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഏജൻറ്റിക് എ ഐ എന്ന് പറയുമ്പോൾ ഒരു എംപ്ലോയി ചെയ്യുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും. അവിടെയാണ് ഏജൻറ്റിക് എ ഐയുടെ സാധ്യതകൾ വരുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കസ്റ്റമർ സപ്പോർട്ട്, നമ്മളുടെ കസ്റ്റമർ സപ്പോർട്ടിൽ നമുക്കൊരു സ്റ്റാഫ് ഉണ്ട്, അല്ല 3-4 സ്റ്റാഫുകളുണ്ട്. അവർ ചിലപ്പോൾ രാവിലെ 9 മണിക്ക് കോൾ എടുക്കുന്ന അതേ ഒരു ഉത്സാഹത്തിലും എനർജിയിലായിരിക്കില്ല വൈകിട്ട് ചിലപ്പോൾ 5 മണിക്കുള്ള കോൾ എടുക്കണത്. ചിലപ്പോൾ വൈകിട്ട് ഒരു 7 മണിക്കൊരു കോൾ വന്ന് ചിലപ്പോൾ നമുക്ക് സ്റ്റാഫ് ഉണ്ടാവില്ല. ഹോളിഡേയ്സിൽ നോക്കുമ്പോൾ ചിലപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ ചിലപ്പോൾ സ്റ്റാഫ് ഉണ്ടായിരിക്കില്ല. ഇവിടെയാണ് 24/7 നമ്മുടെ കോളുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഏജൻറ്റിക് എ ഐയുടെ സാധ്യത വരുന്നത്. അത് നമ്മുടെ കമ്പനിയുടെ അതേ നമ്പറിലേക്ക് കസ്റ്റമേഴ്സിനെ ഇങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ അങ്ങോട്ട് കോള് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഒരു സ്റ്റാഫ് ഒരു ഹ്യൂമൻ ബീയിങ് സംസാരിക്കുന്ന പോലെ ഏത് ഭാഷയിലും, ഇംഗ്ലീഷ്, ഹിന്ദി, അറബി, മലയാളം, ഏത് ഭാഷയിൽ വേണമെങ്കിലും നമ്മളുമായിട്ട് സംവാദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള AI ഏജൻറ്റുകൾ ഇന്ന് പോസിബിളാണ്. അതിൽ നമുക്ക് തോന്നും ഇമോഷൻസ്, സപ്പോസ് ഇപ്പോൾ കസ്റ്റമർ കുറച്ചുകൂടി റഷായിട്ട് കുറച്ചുകൂടി ഇതായിട്ട് സംസാരിച്ചു, ഇല്ലെങ്കിൽ ആൾ കുറച്ച് ഹാപ്പി ആയിട്ട് സംസാരിച്ചു, ഇത് മനസ്സിലാക്കിയിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന AI ഏജൻറ്റുകളാണ് ഇന്നുള്ളത്. അതായത് അതിന് ഇമോഷൻസ് മനസ്സിലാവും. അപ്പോൾ നമുക്കൊരു കോൾ സെൻറ്റർ പോലെ, അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ടിലേക്ക് ഒരു കസ്റ്റമർ വിളിക്കുമ്പോൾ അതിന് പ്രോപ്പറായിട്ട് ആൻസർ കൊടുക്കാനും, ഏതെങ്കിലും കാര്യം കൊണ്ട് നമ്മുടെ AI ഏജൻറ്റിന് അതിനെ ആൻസർ ചെയ്യാൻ പറ്റാത്തതാണെന്നാണെങ്കിൽ AI ഏജൻറ്റിന് അവിടെ ഒരു ബുദ്ധി നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ കൺസേൺ ആളെ കൊണ്ട് കോൾ തിരിച്ച് വിളിക്കാമെന്ന് പറയാം. അതല്ലെങ്കിൽ ഞാൻ എൻ്റെ കൺസേൺ ആളെ ഇപ്പോൾ ലൈനിലെടുക്കാം, സാർ ഒന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറയാം. എന്നിട്ട് ആളെ കണക്ട് ചെയ്ത് സംസാരിപ്പിക്കാൻ പറ്റും. ഇതും കഴിഞ്ഞ് കസ്റ്റമർ ആണെങ്കിൽ കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ AI ഏജൻറ്റിന് ഈ നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടോ സർവീസിനെ പറ്റിയിട്ടുള്ള ബ്രോഷേഴ്സ് അയാൾക്ക് വാട്സാപ്പിൽ അയച്ചു കൊടുക്കാം, ഇമെയിൽ അയച്ചു കൊടുക്കാം. അതേപോലെ തന്നെ അയാൾ അടുത്ത ദിവസം ഫോളോ അപ്പ് ചെയ്യണം. നിങ്ങൾ വാട്സാപ്പ് നോക്കിയിരുന്നോ, അല്ലെങ്കിൽ അടുത്തൊരു അപ്പോയിൻമെൻറ്റ് എപ്പോഴാണ്, എന്നാണ് ഞാനൊരു സ്റ്റാഫിനെ സാറിനെ കാണാൻ വിടുക എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഒരു ഹ്യൂമൻ ടച്ചോട് കൂടിയിട്ട് ചെയ്യാവുന്ന രീതിയിൽ ഇന്ന് AI ഏജൻറ്റുകൾ പോസിബിളാണ്, മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വലിയൊരു മാറ്റം സൊസൈറ്റിയിൽ വരും കാലങ്ങളിൽ കൊണ്ടുവരുന്നത്. ഇനി ഇതിൻ്റെ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുദ്ധി ഉപയോഗിച്ച് ഈ AI ഏജൻറ്റ് വെർച്വലി ചെയ്യുന്ന കാര്യങ്ങളെ ഫിസിക്കലി ചെയ്യാവുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ. അതാണ് റോബോട്ടിക്സിൻ്റെ സാധ്യതകൾ വരുന്നത്. റോബോട്ടിക്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു ക്ലാസ് റൂം നടക്കുമ്പോൾ അവിടെ ടീച്ചർ വന്ന് ടീച്ചറുടെ വലിയൊരു ശതമാനം സമയം അറ്റൻഡൻസ് എടുക്കലും, ബോർഡിൽ 50 സ്റ്റുഡൻസ് അല്ലെങ്കിൽ 45 വന്നൊന്ന് എഴുതി വയ്ക്കുക, അങ്ങനെ കുറച്ച് ക്ലറിക്കൽ ആക്ടിവിറ്റി ഉണ്ടാകും. പക്ഷേ അവിടെ ഒരു റോബോട്ട് ക്ലാസ്സിൽ പൊസിഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര സ്റ്റുഡൻസ് അപ്പോൾ ക്ലാസ്സിൽ പ്രസൻ്റ് ആണ്, എത്ര ആൾക്കാരായിരുന്നു ആക്ച്വലി എൻറോൾ ചെയ്തിരിക്കുന്ന, എത്ര സ്റ്റുഡൻസ് അല്ലെങ്കിൽ എത്ര പേര് വന്നു, ഈ വന്നതിൽ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരിക്കുന്ന കുട്ടികൾ എത്രയുണ്ട്, ഇതിൽ ചിലപ്പോൾ പനി പിടിച്ചിട്ട് അവരുടെ ഹെൽത്ത് റിലേറ്റഡ് പല പ്രശ്നങ്ങളെ കൊണ്ട് ഉള്ള പനിയോ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരുന്ന കുട്ടികൾ എത്രയുണ്ട്, ടീച്ചർ ചിലപ്പോൾ ക്ലാസ്സിൽ വേണ്ട രീതിയിൽ ശ്രദ്ധയോടുകൂടി ക്ലാസ് എടുത്തില്ല എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന AI റോബോട്ടുകളായിരിക്കും ഇനി ക്ലാസ് റൂമുകളിൽ വരിക. ഈ ക്ലാസ്സിന് ശേഷം റോബോട്ട് പറയും ഈ ക്ലാസ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം, കുട്ടികളെല്ലാവരും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറയുന്ന രീതിയിലുള്ള റോബോട്ടിക്സിൻ്റെ കാലഘട്ടം വരാൻ പോണു. അതേപോലെ തന്നെ നമ്മുടെ AR VR, ഓഗ്മെൻറ്റ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നൊരു സാധ്യത എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് കാണുന്ന റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളും നമ്മൾ കാണുന്ന പല സർവീസുകളും നമുക്ക് വെർച്വലി ആളുകളുടെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന വെർച്വൽ റിയാലിറ്റി ടെക്നോളജികൾ. അപ്പോൾ ഫിസിക്കലി അവിടെ ഇല്ല, പക്ഷേ ഡിജിറ്റലി നമുക്കവിടെ ഒരു പ്രസൻസ് കൊണ്ടുവരാൻ പറ്റും. ഇങ്ങനെയുള്ള വലിയൊരു വാസ്റ്റ് ചേഞ്ച് സംഭവിക്കാൻ പോകുന്നു, അല്ലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ മാറ്റത്തിലേക്ക് എല്ലാ ബിസിനസ്സുകാരും, എല്ലാ ആൾക്കാരും മാറ്റങ്ങളിലേക്ക് കാര്യങ്ങളെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ ബിസിനസ്സിനെ എങ്ങനെ അതിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാം എന്നുള്ളതിൻ്റെ പഠിക്കേണ്ട മനസ്സിലാക്കേണ്ട സമയമാണ്. ഇനിയും കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും വരുന്ന വീഡിയോസിലൊക്കെ നമുക്ക് സംസാരിക്കാം. താങ്ക് യു.